വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ അവസാനഘട്ട പരീക്ഷയ്ക്ക് നടന്ന ചില ബുദ്ധിമുട്ടേറിയ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ ബേസ് ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മൾ എഴുതി മാറിയ പരീക്ഷകളിലെ കുറച്ച് നിലവാരത്തിൽ നടന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അടുത്തടുത്ത വരുന്ന പരീക്ഷകളിലെ ഇത്തരം ചോദ്യങ്ങളുടെ കണ്ടിന്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഓരോ ചോദ്യങ്ങളും ഡെപ്തിലാണ് പറയുന്നത്. വിശദമായിട്ട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത് വരുന്നത് കൊണ്ടും മാത്രമല്ല നമ്മൾ പല പാർട്ടായിട്ട് ചെയ്യുന്നതും അതാണ്. അപ്പോൾ ഇനി ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ മക്കളെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഇത് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് 35 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. അതിനുശേഷം ആ സ്ഥലത്ത് 5 മിനിറ്റ് വിശ്രമിച്ചു. അതിനുശേഷം 15 മീറ്റർ കിഴക്കോട്ട് വീണ്ടും സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളിങ്ങനെ വിശ്രമിച്ചതിന് ശേഷമൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചതിൽ. പക്ഷെ മാറ്റമൊന്നുമില്ല. ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം നമ്മുടെ 4 മെയിനായിട്ടുള്ള ഡയറക്ഷൻ ആദ്യമേ അങ്ങ് വരയ്ക്കണം. ആ 4 മെയിനായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്ട് നോക്കിക്കോണേ, ഞാൻ ആ 4 ഡയറക്ഷൻ ഇതാണ്ട് വരയ്ക്കാൻ പോവാണ്. ഏറ്റവും മുകളിൽ വരുന്നത് നോർത്താണ്, അതായത് വടക്ക്. വടക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തെക്കാണ്, സൗത്താണ്. വടക്ക് ദിശയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വലത് ഭാഗം അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എടാ ഈസ്റ്റ് ആണ്, ഈസ്റ്റ് ആണ്, ഈസ്റ്റ് ആണ്. ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണെന്നറിയാം. ഇത് ആദ്യമേ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് വരച്ചു വെക്കണം. അതിലെ ആദ്യം ഏറ്റവും മുകളിൽ നോർത്ത് വെക്കുക, ക്ലോക്ക് വൈസിലെ ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഈ ഓർഡറിലെ കറക്റ്റായിട്ട് 4 ദിശ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. കൃത്യമായിട്ട് 4 ദിശകൾ പ്ലേസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നും യാത്ര തുടങ്ങണം. ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഈ ഒരു ബിന്ദുവിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇവർ പറയുന്നു ഇതാണ് മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. എടാ 20 മീറ്റർ കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. കിഴക്ക് എന്ന് കേട്ടാൽ നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കണം. വടക്ക് എന്ന് കേട്ടാൽ മുകളിലേക്ക് നിങ്ങൾ വരയ്ക്കണം. തെക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ താഴോട്ട് വരയ്ക്കണം. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കണം, അതായത് ഇടതുവശത്തേക്ക് വരയ്ക്കണം. ഇവിടെ 20 മീറ്റർ കിഴക്കോട്ടാണ് സഞ്ചരിച്ചത്. എടാ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിശയിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ 20 മീറ്റർ വരയ്ക്കണം. 20 മീറ്റർ വരയ്ക്കണം. അപ്പോൾ നോക്കിക്കോണേ, കിഴക്കോട്ട് 20 മീറ്റർ. ഇതാണ് 20 മീറ്റർ. 20 മീറ്റർ ഏകദേശം ഇത്രയും മതി. നമ്മൾ പടം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം നമ്മളൊരു 20 മീറ്റർ ഏകദേശം അളവിലെടുത്താൽ അതിപ്പോൾ ഒരു 30 പറയുവാണെങ്കിൽ അതിനെ കുറച്ചും കൂടെ കൂട്ടി വരയ്ക്കണം, അല്ലെങ്കിൽ പടം തെറ്റാൻ സാധ്യതയുണ്ട്. ഏകദേശമാണ്, നമുക്കൊരിക്കലും എക്സാം ഹാളിലെ സ്കെയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ 20 ഇത്രയുമേ ഉള്ളെങ്കിൽ 30 കുറച്ചും കൂടെ കൂട്ടി വരയ്ക്കണം. 20 ഇത്രയും ആണെങ്കിൽ 10 കുറച്ച് വരയ്ക്കണം. ആ ഒരു ഐഡിയ, ആ ഒരു കോമൺ സെൻസ് നിങ്ങൾ അവിടെ പ്രയോഗിക്കണം. അപ്പോൾ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ശേഷം അവിടുന്ന് 20 മീറ്റർ തെക്കോട്ടെന്ന് പറഞ്ഞാൽ താഴോട്ട് വരയ്ക്കുക. ആ ഒരു പോയിന്റിൽ നിന്ന് 20 മീറ്റർ താഴോട്ട് നിങ്ങൾ വരയ്ക്കണം. കണ്ടോ, ഇതാണ് 20 മീറ്റർ. താഴോട്ട് വരച്ചു, കാരണം ഇത് 20 ആണെങ്കിൽ ഏകദേശം ഇത് 20 ആയിരിക്കും. ഇപ്പോൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തെക്കോട്ടാണ്. ഈ തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വ്യക്തി വീണ്ടും പടിഞ്ഞാറോട്ട് 35 മീറ്റർ സഞ്ചരിച്ചു. എടാ പടിഞ്ഞാറോട്ടാണ് സഞ്ചരിച്ചത്. പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടത്തോട്ട് വരയ്ക്കണം. പടിഞ്ഞാറോട്ടാണ് 35 മീറ്റർ സഞ്ചരിച്ചത്. സ്വാഭാവികമായിട്ടും
നിങ്ങൾ ഇടത്തോട്ട് പടം വരയ്ക്കണം. ഇതാണ്ടേ ഇത്രയാവുമ്പോൾ തന്നെ ഏകദേശം 20 മീറ്റർ ആയി. കാരണം ഇത് 20 മീറ്റർ ആയതുകൊണ്ട് ഇത് 20 മീറ്റർ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് 35 മീറ്റർ ആയതുകൊണ്ട് ഒരല്പം കൂടെ കൂട്ടി വരയ്ക്കണം. 15 മീറ്ററിൻ്റെ കൂടുതലും കൂടെ വരും. കണ്ടോ, ഇത്രയും കൂടെ വരും. അപ്പോൾ ഇത് 35 മീറ്റർ ആയി. ഇതാണ് 35 മീറ്റർ. 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 35 മീറ്റർ പടിഞ്ഞാറോട്ട് വരച്ചു. 35 മീറ്റർ പടിഞ്ഞാറോട്ട് വരച്ചു. അതിനുശേഷം 10 മീറ്റർ വടക്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ ആണ് വടക്കോട്ട് സഞ്ചരിച്ചത്. ഈ പോയിന്റിൽ നിന്ന് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. നമുക്കറിയാം, എടാ ഇത്രയും 20 ആകുമ്പോൾ അതിൻ്റെ പകുതിയല്ലേ വരത്തുള്ളൂ. ഇത്രയും മതി, ഇത്രേ വരത്തുള്ളൂ. 10 മീറ്റർ 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വടക്കോട്ടാണ്. അതിനുശേഷം 5 മിനിറ്റ് ആ ബിന്ദുവിൽ, ആ പോയിന്റിൽ വിശ്രമിച്ചു. 5 മിനിറ്റ് ആ പോയിന്റിൽ വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. 15 മീറ്റർ കിഴക്കോട്ടാണ് സഞ്ചരിച്ചത്. നമുക്കറിയാം, കിഴക്കോട്ടെന്ന് പറയുമ്പോൾ വലത്തോട്ട് വരയ്ക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത്രയുമാണ് 15 വരുന്നത്. കാരണം ഇത്ര 20 ആണ്. അപ്പോൾ ഇത്രയുമാണ് 15, അത്രയും മതി. കണ്ടോ, ഇവിടം വരെ വരും. കണ്ടോ, ഇത്രേ വരത്തുള്ളൂ. ഇതാണ് 15 മീറ്റർ. 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്നു. ഈ ഒരു പോയിന്റിലേക്ക് അയാൾ അവിടെ നിൽക്കുവാണ്. ഈ ഒരു പോയിന്റിൽ നിന്നു. ആ ഒരു ബിന്ദുവിലാണ് അയാൾ നിൽക്കുന്നത്. ആ ഒരു പോയിന്റിൽ അയാൾ നിന്നു. ചോദ്യം ഇതാണ്, ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര ദൂരം അകലെയാണെന്നാണ് ചോദ്യം. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ എത്ര ദൂരം അകലെയാണെന്നാണ് ചോദ്യം. യാത്ര തുടങ്ങിയത് ആ പോയിന്റിൽ നിന്നാണ്. എടാ അവിടുന്ന് താണ്ടാ ഈ ഒരു പോയിന്റ്, ഇപ്പോൾ യാത്ര അവസാനിച്ച് നിൽക്കുന്നത് താഴത്തെ ബിന്ദുവിലല്ലേ. ഈ ഒരു നീളം എത്ര, ഈ ഒരു ഡോട്ട് ഇട്ട നീളം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം, എടാ മക്കളെ, സ്വാഭാവികമായിട്ട് ഇത് മൊത്തം കൂടി 20 അല്ലേടാ, 20 ആണ്. അതിൽ ഇത്രയും 10 ആണെങ്കിൽ ബാക്കി ഇത്രയും കൂടെ 10 വരത്തില്ലേ? കാരണം മൊത്തം ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ 20 ആണ്. അതിൽ ഇത്രയും 10 ആണെങ്കിൽ ബാക്കി മുകളിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു 10 വരും. അപ്പോൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള അകലം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 10 മീറ്റർ എന്ന് പറയും. 10 മീറ്റർ ആണ് ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിൻ്റെ ശരിയായ ഉത്തരം. ഒന്നും കൂടെ പറയുന്നു, യാത്ര തുടങ്ങിയത് ആ പോയിന്റിൽ നിന്നാണ്. അവിടുന്ന് 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. എടാ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കോട്ട് എന്ന് പറഞ്ഞ വലത്തോട്ട് പടം വരയ്ക്കണം. 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. വീണ്ടും 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. 35 മീറ്റർ പടിഞ്ഞാറോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് വരണം. അപ്പൊ ഇവിടെ എത്തി. വീണ്ടും 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. 10 മീറ്റർ വടക്കോട്ട് പോയി. വീണ്ടും കിഴക്കോട്ട് 15 മീറ്റർ സഞ്ചരിച്ചു. നമുക്കറിയാം ഇത് മൊത്തം കൂടെ 35 ആണ്. അതിൽ ഇത്രയും 20 ആകുമ്പോൾ ബാക്കിയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 15 വരും. ആ 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നീളം ഉണ്ടല്ലോ, ഈ ഒരു നീളം അത് 15 ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു പോയിന്റിൽ വന്ന് നിന്നു. ചോദ്യം ചോദിച്ചിരിക്കുന്നത് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും യാത്ര ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന പോയിന്റ് വരെയുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും യാത്ര ഇപ്പോൾ അവസാനിച്ച് നിൽക്കുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. മൊത്തം കൂടി 20 ആവുമ്പോൾ അതിൽ ഇത്രയും 10 ആണെങ്കിൽ ബാക്കിയുള്ള ദൂരം 10 ആണ്. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ. സോ വളരെ ഭംഗിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തത് വേണമെങ്കിൽ ഇതൊരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. സംഖ്യാശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിട്ട് നമ്മൾ പരിഗണിക്കാവുന്നതാണ്. നമ്പർ സീരീസ് ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ചോദ്യമായിരുന്നു. എടാ മക്കളെ 1/2 ഉണ്ടടാ, അടുത്ത 1/4 ഉണ്ട്, 1/16 ഉണ്ട്, ഒരു ഡാഷ് ഉണ്ട്, പിന്നെ 1/65,536 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ആ ഡാഷ് കിടക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ,
ആ ഡാഷ് കിടക്കുന്ന സ്ഥലത്തെ സംഖ്യ ഏത്, ആ ഡാഷ് കിടക്കുന്ന സ്ഥലത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ആ ഒരു സ്ഥലത്തെ സംഖ്യയാണ് വേണ്ടത്. എന്തായാലും അംശങ്ങളൊക്കെ ഒന്നായതുകൊണ്ട് അംശം ഒന്നായിരിക്കും. എന്തായാലും അംശങ്ങൾ എന്തായാലും ഒന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരത്തിന്റെ അംശം ഒന്നായിരിക്കും. ഉത്തരത്തിന്റെ അംശം ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലായി. എടാ മക്കളെ, ഇനി ഛേദം മാത്രം നോക്കിയാൽ മതിയടാ. ഛേദം തുടക്കം 2 ആണ്, പിന്നെ അത് 4 മാറി, പിന്നെ അത് 16 മാറി. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഐഡിയ വന്നു, ഏത് സ്ക്വയർ സീരീസ് ആണെന്ന് മനസ്സിലായി. കാരണം 2ന്റെ സ്ക്വയർ ആണ് 4, 2ന്റെ സ്ക്വയർ ആണ് 4, 2ന്റെ സ്ക്വയർ ആണ് 4, 4ന്റെ സ്ക്വയർ ആണ് 16, 4ന്റെ സ്ക്വയർ ആണ് 16, 4ന്റെ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ 16ന്റെ സ്ക്വയർ എത്ര? 16ന്റെ സ്ക്വയർ 256, 16ന്റെ സ്ക്വയർ 256, 16ന്റെ സ്ക്വയർ 256. അപ്പോൾ ഈ 1/256 എന്ന് വന്നു. 256ന്റെ സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് 65,536 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അതായത് അംശങ്ങളെല്ലാം 1 തന്നെയാണ്, അംശങ്ങളെല്ലാം 1 തന്നെയാണ്, ഛേദങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഛേദങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്, തുടക്കം ഏത് സംഖ്യയാണോ കിടക്കുന്നത് അതിന്റെ സ്ക്വയർ എടുത്തു പോകണം, അതിന്റെ സ്ക്വയർ എടുത്തു പോകണം. 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 16ന്റെ സ്ക്വയർ 256 ആണ്, 16ന്റെ സ്ക്വയർ 256. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു അത്. അടുത്തത് മൂന്നാമത് പിന്നെ നമ്മൾ കണ്ട ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം, എടാ രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 10,000 രൂപ മുടക്കിയിട്ടാണ് സ്കൂട്ടർ വാങ്ങിച്ചത്. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ അയാള് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചത്. എടാ 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എടാ 20% ലാഭം കിട്ടണമെങ്കിൽ 20% കൂട്ടി വിറ്റാൽ മതി. 20% ലാഭം കിട്ടണമെങ്കിൽ 20% കൂട്ടി വിറ്റാൽ മതി. അതായത് എത്ര രൂപയാണോ മുടക്കിയത് അതിന്റെ 20% കൂട്ടി വിറ്റാൽ 20% ലാഭം കിട്ടും. എല്ലാവർക്കും അറിയാം. 30% ലാഭം കിട്ടണമെങ്കിൽ 30% കൂട്ടി വിറ്റാൽ മതി. 40% ലാഭം കിട്ടണമെങ്കിൽ 40% കൂട്ടി വിൽക്കണം. 10% ലാഭം കിട്ടണമെങ്കിൽ 10% കൂട്ടി വിറ്റാൽ മതി. 25% ലാഭം കിട്ടണമെങ്കിൽ 25% കൂട്ടി വിൽക്കണം. എത്ര രൂപയാണോ മുടക്കിയത് അവിടുന്നാണ് നിങ്ങൾ കൂട്ടി വിൽക്കേണ്ടത്. കാരണം മുടക്കിയ പൈസ അവിടെ മുടക്ക് മുതലായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കൂട്ടി വിറ്റാൽ അത്രയും ശതമാനം ലാഭം കിട്ടും. അപ്പോൾ എടാ 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങിച്ചു, 1000 രൂപ മുടക്കി പുതുക്കി പണിഞ്ഞു, 2,500 രൂപ വീണ്ടും ചെലവാക്കി പെയിന്റ് ചെയ്തു. ഇതെല്ലാം മുടക്കിയ പൈസകളാണ്. എടാ മുടക്കിയ പൈസ പറയുന്ന പേരാണ് മുടക്ക് മുതൽ. അപ്പോൾ 10,000 മുടക്കി, 1000 മുടക്കി, അപ്പോൾ എത്രയായി? 10,000 1000 കൂടെ കൂട്ടിയാൽ 11,000 ആയി. പിന്നെയും 2,500 മുടക്കി പെയിന്റ് അടിക്കാൻ. അപ്പോൾ 10,000 1000 11,000, 11,000ന്റെ കൂടെ 2,500 കൂട്ടിയാൽ 13,500. അപ്പോൾ വേറൊന്നും മുടക്കിയില്ല. അപ്പോൾ എടാ മക്കളെ 13,500 രൂപയാണ് അയാൾ മുടക്കിയത് മൊത്തത്തില്. നമ്മുടെ ഈ ചങ്ങാതി രാജു സ്കൂട്ടർ വാങ്ങിക്കാൻ 10,000, പിന്നെ അത് പുതുക്കി പണിയാൻ 1000, പെയിന്റ് അടിക്കാൻ 2,500. സോ 2,500ഉം 1000 കൂടെ കൂട്ടിയ 3,500, 3,500ഉം പിന്നെ ആദ്യം കൊടുത്ത പൈസ 10,000. അങ്ങനെ ഈ സ്കൂട്ടറിന് മുടക്കിയ പൈസ എത്രയാണ്? 13,500 രൂപയാണ്. ഇനിയാണ് അയാൾ വിൽക്കുന്നത്. 20% ലാഭം കിട്ടണമെങ്കിൽ 20% കൂട്ടി വിറ്റാൽ മതി. 20% ലാഭം കിട്ടണമെങ്കിൽ 20% കൂട്ടി വിൽക്കണം. എടാ 13,500 രൂപയാണ് മുടക്കിയത്. 20% ലാഭം കിട്ടണമെങ്കിൽ ആ 13,500ന്റെ 20% കൂട്ടി വിറ്റാൽ മതി. 13,500ന്റെ 20% കൂട്ടി വിൽക്കണം. 13,500ന്റെ 10% എത്ര? നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. അത് ഏത് സംഖ്യയാണെങ്കിലും ഏതൊരു സംഖ്യയുടെയും
10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. ഇനി 0 ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? 0 ഇല്ലെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ മതി. അത് ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഒരു 0 വെട്ടുക, അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള ചെയ്യാം. 0 ഉണ്ടെങ്കിൽ 0 അങ്ങ് വെട്ടിക്കളയുക. ഒരു 0 വെട്ടിയാൽ 10%. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. അങ്ങനാണെങ്കിൽ എടാ മക്കളെ 13,500ന്റെ 10% എത്ര വരും? 13,500ന്റെ 10%, ഒരു 0 വെട്ടിയാൽ 1350 വരും. 13,500ന്റെ 10% 1350 ആണ്. നമുക്ക് വേണ്ടത് 20% അല്ലേ? അപ്പൊ വീണ്ടും ഒരു 10% കൂടെ പിടിക്കണ്ടേ? 10% 1350 ആണെങ്കിൽ വീണ്ടും ഒരു 10%, അതായത് വീണ്ടും ഒരു 1350 കൂടെ കൂട്ടിക്കും. 1350ഉം 1350 കൂടെ കൂട്ടിയാൽ 2700 വരത്തില്ലേ? 1350ഉം 1350 കൂടെ കൂട്ടിയാൽ 2700 വരും. അപ്പൊ 2700 രൂപ കൂട്ടി വിറ്റാൽ 20% ലാഭമായി. കാരണം 20% കൂട്ടി വിൽക്കുകയാണെങ്കിൽ 20% ലാഭം കിട്ടും. അപ്പോൾ 13,500ന്റെ 10% 1350. എടാ വീണ്ടും ഒരു 10%, വീണ്ടും ഒരു 1350, രണ്ടും കൂടെ കൂട്ടിയാൽ 20%. 1350 1350 കൂടെ കൂട്ടിയാൽ 2700 വരും. ആ 2700 രൂപ കൂട്ടി വിറ്റാൽ മതി. അപ്പോൾ 13,500ന്റെ കൂടെ 2700 കൂടെ കൂട്ടിക്കൂ. 2700 കൂടെ കൂട്ടിയാൽ 7 5 12 ശിഷ്ട 1, 3 2 5 1 6 വരും. ഒന്നും കൂടെ താത്തിറക്കി 16,200 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 16,200 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 20% ലാഭം കിട്ടും. അടിപൊളി ചോദ്യമായിരുന്നു. അപ്പോൾ 10% ലാഭം കിട്ടണമെങ്കിൽ 10% കൂട്ടി വിറ്റാൽ മതി. 20% ലാഭം കിട്ടണമെങ്കിൽ 20% കൂട്ടി വിൽക്കണം. എപ്പോഴും നിങ്ങൾ മുടക്കുമുതൽ കണ്ടുപിടിക്കണം. മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ മുടക്കിയ പൈസ അല്ല, നമ്മൾ ആ സാധനം വാങ്ങിച്ചു, അതിൻ്റെ റിപ്പയർ, അതുപോലെ എല്ലാ കാര്യങ്ങളും അതെല്ലാം മുടക്കിയ പൈസയായിട്ട് പരിഗണിച്ചുകൊണ്ട് 20% കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ 20% ലാഭം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. സോ അടിപൊളി ചോദ്യമായിരുന്നു. ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഏതായിരുന്നു? നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിലെ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. അതായത് അദ്ദേഹത്തിന്റെ വേഗത കിലോമീറ്റർ പെർ അവറിൽ എത്ര എന്നാണ് ചോദ്യം. കിലോമീറ്റർ പെർ അവർ വേഗത ഏത് എന്നാണ് ചോദ്യം. സ്പീഡാണ്, കിലോമീറ്റർ പെർ അവർ വേഗതയാണ് വേണ്ടത്. ഇനി നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പലതവണ തുടക്കത്തിലെ പറഞ്ഞു തരാറുണ്ട്, സ്പീഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 യൂണിറ്റിലോ. അതിലൊന്ന് കിലോമീറ്റർ പെർ അവർ, രണ്ടാമത്തത് മീറ്റർ പെർ സെക്കൻഡ്. സാധാരണ നമ്മൾ സ്പീഡ് നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം 2 യൂണിറ്റിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കിലോമീറ്റർ പെർ അവറും ഒന്ന് മീറ്റർ പെർ സെക്കൻഡുമാണ്. എടാ മക്കളെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ, കാരണം മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതാ, കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ചെറുതാക്കണമെങ്കിൽ ചെറിയ സംഖ്യ മേളി വരണം, 5 മേളി വരണം. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, വലുതാക്കണമെങ്കിൽ വലിയ സംഖ്യ മേളി വരണം. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്പീഡിന്റെ 2 യൂണിറ്റ് കൺവേർഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് ചോദ്യം.
ഇതാണ് നമ്മുടെ ചോദ്യം. കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇവർ തന്നിരിക്കുന്നത് ഒരു ഓട്ടക്കാരൻ്റെ വേഗത 15 സെക്കൻഡിലെ 150 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട്, അതേപോലെ സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട്. സമയവും ഉണ്ട്, ദൂരവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗത കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേടാ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസിനെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 150 മീറ്റർ ആണ്. 150. എടാ മക്കളെ, സമയം എന്ന് പറഞ്ഞാൽ 15 ആണ്. സമയം 15 സെക്കൻഡ്. സഞ്ചരിച്ച ദൂരം 150 മീറ്റർ ആണ്. സമയം 15 സെക്കൻഡ് ആണ്. സഞ്ചരിച്ച ദൂരത്തിനെ അതിനുവേണ്ടി എടുത്ത സമയം കൊണ്ട് ഹരിക്കുവാണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ സഞ്ചരിച്ച ദൂരമായ 150നെ അതിനുവേണ്ടി എടുത്ത സമയമായ 15 കൊണ്ട് ഹരിച്ചാൽ സ്പീഡ് കിട്ടും. അപ്പോൾ എടാ മക്കളെ, 150നെ 15 കൊണ്ട് ഹരിച്ചാൽ 15ഉം 15ഉം അങ്ങ് വെട്ടിപ്പോയില്ലേ? പിന്നെ അവിടെ ഒന്നല്ലേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ പിന്നെ ഒരു 0 ഉണ്ടല്ലേ, 10 വരും. മുകളിൽ കിടക്കുന്നത് മീറ്റർ ആണ്, താഴെ കിടക്കുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നായി. അദ്ദേഹത്തിൻ്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് ചോദ്യം. കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് ചോദ്യം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. വലുതാക്കണമെങ്കിൽ വലിയ സംഖ്യ മേളി വരണം. 18/5 കൊണ്ട് ഗുണിക്കണം. അതായത് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ താഴെ കിടക്കുന്ന 5ഉം മുകളിൽ കിടക്കുന്ന 10ഉം കൂടെ വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഹരിക്കുക. അപ്പോൾ 5 കൊണ്ട് വെട്ടാൻ പറ്റും, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. സോ 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്, 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. അപ്പോൾ 2ഉം 18ഉം കൂടെ ഗുണിച്ചാൽ 2 × 18 36 എന്ന് വരും. സോ 36 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതായിരുന്നു ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. നല്ല ചോദ്യമായിരുന്നു. സോ ചോദിച്ചത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. പലതവണ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യമാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും നമ്മൾ പലതവണ ക്ലാസ്സിൽ പഠിപ്പിച്ചതായതുകൊണ്ട് എല്ലാവരും ഈ ചോദ്യം ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ല ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ, എടാ മക്കളെ, അതിൻ്റെ പരപ്പളവെന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നായിരുന്നു ചോദ്യം. ചതുരമാണ്. ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിപ്പിച്ചു, അതേപോലെ വീതിയും 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മുടെ മുമ്പിൽ സാധാരണ ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ പരപ്പളവ് 100% പരിഗണിക്കാം. കാരണം നമ്മൾ എപ്പോഴും റഫറൻസ് ആയിട്ട് എടുക്കുന്നത് 100% പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചതുരമുണ്ട്, അതിൻ്റെ പരപ്പളവ് 100%. അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം 100% കാര്യം നമ്മൾ റഫറൻസ് ആയിട്ട് അങ്ങ് വെച്ചു. ഇനി നീളം 20% വർദ്ധിപ്പിച്ചു. നീളം 20% വർദ്ധിപ്പിച്ചു. വീതി അതും 20% വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ
നമുക്കെല്ലാവർക്കും അറിയാം, എടാ സാധാരണ നമ്മുടെ പഴയ ചതുരം ഉണ്ടല്ലോ, അതിൻ്റെ നീളം എന്തായാലും 100% ആണല്ലോ. ആണ്. അതിൻ്റെ വീതി 100% ആണ്. ഇനി പുതിയ ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിപ്പിച്ചു. 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ട് മാറി? നേരത്തെ 100 ആയിരുന്നു, ഇപ്പം അത് 20% വർദ്ധിപ്പിച്ചാൽ 120% മാറും. 120% ആയിട്ട് മാറും. 120% മാറും. ഇനി എടാ മക്കളെ, വീതിയും 20% വർദ്ധിപ്പിച്ചു. നേരത്തെ വീതി 20% ആയിരുന്നു, ഇപ്പോൾ അത് നേരത്തെ 100% പരിഗണിച്ചു, ഇപ്പോൾ 20% വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 120% മാറും. നേരത്തെ നീളം 100% ആയിരുന്നു, 20% വർദ്ധിപ്പിച്ചപ്പോൾ 120 ആയി. നേരത്തെ വീതി 100% ആയിരുന്നു, 20% വർദ്ധിപ്പിച്ചപ്പോൾ അതും 120% ആയിട്ട് മാറി. ഇതാണ് പുതിയ നീളം, ഇതാണ് പുതിയ വീതി. ഇതാണ് പുതിയ നീളം, ഇതാണ് പുതിയ വീതി. സ്വാഭാവികമായിട്ടും നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്, ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ മതി അല്ലേ? ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ താഴത്തെ 0 മേളത്തെ 0 കട്ടായി, താഴത്തെ 0 ഈ 0 കൂടെ കട്ടായി. സോ 12ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 144 വരും. ഡിവൈഡഡ് ബൈ 100 വരും. 12 × 12 144, 100 അതുപോലെ താഴെ എഴുതി വെച്ചു. 144 ഡിവൈഡഡ് ബൈ 100 എന്നായി. 144 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 144% മാറി എന്നല്ലേ അർത്ഥം? ആണ്. കാരണം ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് ഡിവൈഡഡ് ബൈ 100 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും ശതമാനമാണ്. അപ്പോൾ 144/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 144% അപ്പോൾ എടാ നേരത്തെ പരപ്പളവ് 100% അല്ലായിരുന്നോ? ഇപ്പോൾ അത് 144% മാറിയില്ലേ? അതായത് 44% വർദ്ധിച്ചു. ഓപ്ഷൻ ബി ആണ്, 44% വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. നീളം 10% കൂടി, വീതി 20% കൂടി എന്നൊക്കെ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലെ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ സമചതുരവുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് സാധാരണ വിസ്തീർണം 100% പരിഗണിക്കുക. എന്നിട്ട് നീളം 100 അല്ലെങ്കിൽ വീതി 100 എന്ന് എടുക്കുക. പുതിയത് 20% വർദ്ധിക്കുകയാണെങ്കിൽ 120% എടുക്കുക. വീതി 20% വർദ്ധിപ്പിച്ചാൽ അതും 120% എന്ന് എടുക്കുക. രണ്ടും കൂടെ ഗുണിച്ചാൽ പുതിയ ഏരിയയായി. രണ്ടും കൂടെ ഗുണിച്ചപ്പോൾ 144/100 എന്നായി. 144 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അത് 144% എടാ നേരത്തെ 100% ആയിരുന്നു, നേരത്തെ 100% ആയിരുന്നു, ഇപ്പോൾ 144% മാറി. നമ്മൾ പറയും 44% വർദ്ധിച്ചു, 44% വർദ്ധിച്ചു, 44% വർദ്ധിച്ചു. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതിയെടുത്ത് വളരെ ഭംഗിയായിട്ട് പഠിക്കണം. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇനിയും പ്രിപ്പറേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ചാണ്. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ 100% റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വീണ്ടും പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ആ ബാച്ചിൻ്റെ പ്രത്യേകത പഴയതുപോലെ തന്നെയാണ്. നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. നിങ്ങൾ പഠനത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കാൻ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് വിജയങ്ങൾ നമുക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന മറ്റൊരു ക്ലാസ് ആയിരുന്നു ഇതെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റികളുണ്ട്. സോ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. 2024 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ കളർഫുൾ ആക്കണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണണം മക്കളെ. ബൈ.